നമ്മുടെ ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഭാഗമാണ് വാസ്തുശാസ്ത്രം. നമ്മൾ എന്തിന് വീട് വെക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത്. നമ്മുടെ ആവശ്യം എന്ത്, അതിനനുസരിച്ചുള്ള ഒരു വീട് നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായി വരണം. നമുക്ക് എന്താണ് ആവശ്യം, എത്ര അംഗങ്ങളുണ്ട്, അവരോരോരുത്തരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ചുള്ള ഒരു ലളിതമായിട്ടുള്ളൊരു ഗൃഹമാണ് എപ്പോഴും നമുക്ക് അഭികാമ്യം. മറ്റൊരാളിനെ നോക്കി നമ്മൾ ഒരു ഗൃഹം പണിയുവാണെങ്കിൽ അത് നമ്മുടെ ഗൃഹമായിരിക്കില്ല, അത് കോപ്പി ചെയ്യുകയാണ്. അതുപോലെ അതിൻ്റെ വരവ് ചെലവുകൾ എന്നിവയ്ക്ക് യാതൊരു കാൽക്കുലേഷനും കാണത്തില്ല. അത് എവിടെ പോയി നിൽക്കുമെന്നും നമുക്ക് ഉറപ്പില്ല. അതേസമയം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗൃഹം, അതിൻ്റെ പ്രൊജക്ഷനായിട്ട് വരുന്ന ഒരു ഗൃഹമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപയുക്തമായിട്ട് തന്നെ വരും. ആ ഗൃഹത്തിൽ താമസിക്കുമ്പോൾ നമ്മൾ ശാന്തിയിലും സമാധാനത്തിലും നമുക്ക് താമസിക്കാൻ പറ്റും. വലിയ കടക്കണിയിലൊന്നും പോയി പെടാതെ സിമ്പിളായിട്ട് ഒരു ഗൃഹം പണിത് അതിനുള്ളിൽ താമസിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു ഗൃഹസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടുണ്ടാകുന്നത്. അതേ കാഴ്ചപ്പാടുള്ള ഒരു ഗൃഹസ്ഥയും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ഗൃഹത്തിനുള്ളിൽ സംതൃപ്തമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഒരു ഗൃഹം വെക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഇന്നത്തെ കാലത്ത് ഹിന്ദുക്കൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാസ്തുശാസ്ത്രം എന്നും പറഞ്ഞ് നമ്മളെ ഇട്ട് അലട്ടിക്കളയും, നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കും. വാസ്തുശാസ്ത്രം എന്തുവാണെന്ന് നമ്മൾ വളരെ കുറച്ച് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പ്രധാനപ്പെട്ട കോണുകൾ, ഗൃഹത്തിൻ്റെ 4 കോണുകൾ അതെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ട് ഒരു കന്യമൂല എന്ന് പറയുന്ന ആ കോണാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയുന്നു. ആ കോണാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ആ തെക്ക് പടിഞ്ഞാറൻ മൂലയിലേക്കാണ് അടിക്കുന്നത്. കാര്യം കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ വായുവിതാനം നമ്മുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കോർണറിൽ മലിനജലമോ മലിനവസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വായുവിതാനം അതിലൂടെ കടന്നു വരുമ്പോൾ അത് ആ വായു മലിനമാക്കപ്പെടുകയും ആ വായു ഗൃഹത്തിനുള്ളിൽ വരികയും ആ ഗൃഹത്തിനുള്ളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് രോഗങ്ങളുണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോണെന്ന് പറഞ്ഞാൽ ഈശാന കോൺ, അതായത് വടക്ക് കിഴക്കേ മൂല. അതാണ് ജലസാന്നിധ്യം ഉള്ള ഏരിയ എന്ന് പറയുന്നത്. ശിവൻ്റെ ഏരിയയാണ്. ശിവൻ ജലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവൻ്റെ ത്രിജടയിൽ നിന്നാണ് ജലം ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഈശാന കോണെന്ന് നമ്മളവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശിവനാണ് അവിടെ പ്രാധാന്യം. ശിവനേക്കാളും പ്രാധാന്യം ജലത്തിനാണ് അവിടെ. കാര്യം നമ്മൾ ഭൂമി നിർണ്ണയിക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന്, അതായത് കന്നിമൂല ഉയർന്നും വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നുമാണ് കിടക്കുന്നത്. അപ്പം മഴ പെയ്യുമ്പോൾ ആ വെള്ളം തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് നിന്ന് ഒഴുകി വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഈശാന കോണിലേക്ക് വരും. ആ സ്ഥാനത്ത് കിണറുണ്ടാക്കിയാൽ നമുക്ക് ധാരാളം വെള്ളം ലഭിക്കും. അതുകൊണ്ടാണ് ഈശാന കോണിൽ നമ്മൾ കിണറിന് സ്ഥാനം കാണുന്നത്. അത് ജലസാന്നിധ്യമുള്ള സ്ഥലമായിട്ട് പരിഗണിക്കും. മൂന്നാമത്തെ സ്ഥാനം ഉള്ളതെന്ന് പറഞ്ഞാൽ വായു കോണാണ്. വായു കോണെന്ന് പറഞ്ഞാൽ ഈ വായു സിമ്പിളായിട്ട് വന്ന് ശുദ്ധീകരിച്ച് പോകുന്ന സ്ഥലമാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ശുദ്ധിയാകുന്ന സ്ഥലമാണ് വായു കോൺ. അതായത് വായു വിതാനം തെക്ക് പടിഞ്ഞാറ് നിന്ന് അടിച്ച് വന്ന് നമ്മുടെ വായു കോൺ, അതായത് വടക്ക് പടിഞ്ഞാറ് കോർണറിലൂടെ
കടന്നു പോകും. അപ്പോൾ അത് സിമ്പിളായിട്ട് നമ്മൾ ആ ഭാഗം ഈസിയായിട്ട് ശുദ്ധീകരിക്കപ്പെടുകയും നമുക്കവിടെ ഇരുന്നാൽ നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഏരിയ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം വായു കോണാണ് അത്. ഈ ജലസാന്നിധ്യം ഇല്ലാതെയും വായു സാന്നിധ്യവും കുറഞ്ഞിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ അഗ്നികോണമെന്ന് പറയുന്നത്. അഗ്നികോണമെന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂല. തെക്ക് കിഴക്കേ മൂലയിൽ നമ്മൾ അഗ്നിക്ക് സ്ഥാനം ഉള്ളതാണ്. അവിടെ നമ്മൾ അടുക്കള ഉണ്ടാക്കുകയോ അടുപ്പ് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വായു വിതാനം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് സിമ്പിളായിട്ട് അടുപ്പ് കെട്ടുപോകത്തോ അത് ഓവറായിട്ട് കത്തിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ അവിടെ ജലസാന്നിധ്യം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ അഗ്നിക്ക് സുഗമമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മൂല അഗ്നികോണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഗൃഹത്തിനെ കാണാൻ. ബാക്കി ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് അനാചാരങ്ങളും അതും ഇതും പറഞ്ഞ് മനുഷ്യൻ്റെ വീട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടിനെ പൊളിക്കുകയും വീണ്ടും പൊളിച്ച് പണിയുകയും ആ കോർണർ ശരിയല്ല, ഈ കോർണർ ശരിയല്ല, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കും. ആ മാനസിക ബുദ്ധിമുട്ടോടു കൂടി നമ്മൾ ആ ഗൃഹത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല. വീണ്ടും നമ്മൾ ഈ വാസ്തു വിദഗ്ധനെയും അവരൊക്കെ കാണാൻ പോയി വീണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന പണം അവർക്കെല്ലാം കൊടുത്ത് പിന്നെ അതിന് വേണ്ട ക്രിയകളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് കാശുകൾ വാങ്ങി വീണ്ടും നമ്മളെ ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലൊന്നും നമ്മൾ പോയി പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് നമ്മൾ ആ ഗൃഹത്തിന് വേണ്ട നമുക്ക് ആ ഗൃഹത്തിൽ സ്വസ്ഥതയുണ്ടോയെന്ന് നമ്മൾ തന്നെ സെൻസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ മനസാന്നിധ്യം എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമ്മൾ അവിടെ ശാന്തി കണ്ടെത്താനുള്ള വഴികളുണ്ട്. അപ്പോൾ ആ ഗൃഹത്തിനെ നമ്മളാണ്